എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ വിപിൻ മോഹനന്റെ പരിക്കിനെ കുറിച്ചും കൂടാതെ തന്നെ ഗ്രേറ്റ് സ്റ്റുവാർട്ട് മുംബൈ വിടാനുള്ള കാരണവും കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള മറ്റു ചില ഏറ്റവും പുതിയ വാർത്തകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരമായ വിപിൻ മോഹനന്റെ പരിക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിൽ നിന്നും പരിക്ക് ബാധിച്ചുകൊണ്ട് പുറത്തേക്ക് പോയ വിപിൻ മോഹനന്റെ കാര്യത്തിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി കൊണ്ട് ഒരു ന്യൂസ് പോലും പുറത്തേക്ക് വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വിപിൻ മോഹനന്റെ പരിക്ക് ഗുരുതരം ആണോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും. ഏതായാലും നിലവിൽ ഇപ്പോൾ വിപിൻ മോഹനന്റെ പരിക്കിനോടനുബന്ധിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ കുറച്ച് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ വിപിൻ മോഹനന് അത്യാവശ്യം ഗുരുതരമായ പരിക്ക് തന്നെയായിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇക്കാരണത്താൽ തന്നെ വിപിൻ മോഹനന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് കുറച്ച് മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ സൂപ്പർ കപ്പ് കഴിഞ്ഞു നടക്കുന്ന ISLന്റെ രണ്ടാം പാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ മത്സരത്തിൽ തന്നെ ചിലപ്പോൾ വിപിൻ മോഹനനെ നമുക്ക് കാണാൻ സാധിച്ചേക്കാമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം പരിക്ക് ബാധിച്ചുകൊണ്ട് ലൂണ പുറത്തേക്ക് പോയതോടെ ലൂണക്ക് ഒരൊറ്റ പകരക്കാരനായി കൊണ്ടായിരുന്നു വിപിൻ മോഹനൻ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും സൂപ്പർ കപ്പിന് ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ISLലെ ആദ്യ മത്സരത്തിൽ വിപിൻ മോഹനനെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത എന്നത് മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായിരുന്ന ഗ്രേഗ് സ്റ്റുവാർട്ട് ക്ലബ്ബ് വിടാനുണ്ടായിരുന്ന കാരണമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസണിനും അതിന് മുൻപത്തെയുള്ള സീസണിലും മുംബൈ സിറ്റിക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച ഒരു താരമായിരുന്നു ഗ്രേഗ് സ്റ്റുവാർട്ട്. നിലവിൽ ഈ ഒരു 10ാം സീസണിലെ ISLൽ താരം 9 മത്സരങ്ങളിൽ നിന്നും 2 ഗോളുകളും 3 അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത്രയും ഫോമിലുള്ള ഈ ഒരു താരം ISLലെ 10ാം സീസണിലെ ആദ്യപാദ മത്സരങ്ങൾ കഴിഞ്ഞ ശേഷം മുംബൈ സിറ്റി എഫ്സിയുമായുള്ള തന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രേഗ് സ്റ്റുവാർട്ട് എന്ന ഈ ഒരു താരം ഈ ഒരു സീസണിൽ മുംബൈ സിറ്റി FC വിടുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു 10ാം സീസണിൽ മുംബൈ സിറ്റിക്ക് വേണ്ടിയിട്ട് മികച്ച പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ സ്റ്റുവാർട്ട് തന്നെ താൻ ക്ലബ്ബ് വിടാൻ ഇടയായ കാരണം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. താരത്തിന്റെ വാക്കുകൾ ഇപ്രകാരം: ക്ലബ്ബുമായുള്ള കാര്യങ്ങളൊന്നും നല്ല രീതിക്കല്ല നടന്നു പോയിട്ടുണ്ടായിരുന്നത്. കൂടാതെ എന്നെ വിട്ടുകളയാൻ മുംബൈ സിറ്റി FC ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമുണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ ഇഷ്ടപ്രകാരം തന്നെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതുകൂടാതെ നിലവിലെ മുംബൈ സിറ്റി FCയിലെ പരിശീലകരുമായി തനിക്ക് നല്ല ബന്ധം തന്നെയാണുള്ളതെന്നും സ്റ്റുവാർട്ട് ഈ ഒരു വാക്കുകളിൽ കൂട്ടിച്ചേർത്തു. ഏതായാലും ഗ്രേഗ് സ്റ്റുവാർട്ട് മുംബൈ സിറ്റി FC വിട്ട് തന്റെ നാട്ടിലേക്ക് പോയതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗാന സൂപ്പർ താരമായ ക്വാമി പെപ്രയെ കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരങ്ങളിലൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് അത്രയധികം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത പോയൊരു താരമായിരുന്നു പെപ്ര. ഒട്ടനവധി മികച്ച അവസരങ്ങൾക്ക് താരം വഴിവെച്ചെങ്കിലും താരത്തിന് ഗോൾ നേടാൻ കഴിയാത്തത് ആരാധകർക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. ആദ്യ 7 മത്സരങ്ങളിൽ താരത്തിന് ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് നടന്നത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവസാനം കളിച്ച 6 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 4 ഗോളുകളും 1 അസിസ്റ്റും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം താരത്തിന്റെ മെന്റാലിറ്റി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് മികച്ച ഫോമിൽ തന്നെയാണ് ഗാന സൂപ്പർ സ്ട്രൈക്കറായ ക്വാമി പെപ്രയുള്ളത്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ താരത്തിന്റെ പ്രകടനം ഇതിലും മികച്ചതാവുമോ എന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും. ഇതുകൂടാതെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് ടൂർണമെന്റിനുള്ള ടീം ക്യാമ്പിലേക്ക് ഒഫീഷ്യൽ ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ 3 യുവതാരങ്ങൾ ഇടം നേടിയിട്ടുമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരങ്ങളായ മാർവാൻ ഹുസൈൻ, കോറോ സിംഗ്, എബിൻ എന്നീ തുടങ്ങിയ താരങ്ങളാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിനോടൊപ്പം പരിശീലനം തുടങ്ങിയിരിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്നത് ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കലിക സൂപ്പർ കപ്പിലെ മത്സരത്തെ കുറിച്ചാണ്. നിലവിൽ ഇപ്പോൾ സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ തങ്ങളുടെ 2ാമത്തെ മത്സരത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ ജംഷഡ്പൂർ എഫ്സിയോട്
അപ്രതീക്ഷിതമായി പരാജയം വാങ്ങിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. വളരെ ആവേശം നിറഞ്ഞ ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ 2-3 ഗോളുകൾക്കാണ് ജംഷഡ്പൂർ FC തകർത്തെറിഞ്ഞത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് 29-ാം മിനിറ്റിൽ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഡാനിയൽ ചീമയുടെ 33-ാമത്തെയും 57-ാമത്തെയും മിനിറ്റുകളിലെ ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളിയായി ഉയർന്നു. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ദിമിത്രിയോസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോൾ നേടി സമനില സ്വന്തമാക്കി. പക്ഷേ 70-ാം മിനിറ്റിൽ ഡാനിയൽ ചീമ നേടിയെടുത്ത പെനാൾട്ടി ഗോളാക്കി മാറ്റിക്കൊണ്ട് മാർസോറോ ജംഷഡ്പൂർ FCക്ക് വേണ്ടിയിട്ട് സെമിഫൈനൽ യോഗ്യത നേടിക്കൊടുത്തു. തുടർന്ന് അവസാന നിമിഷങ്ങളിൽ ഇരു ടീമുകൾക്കും നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഗോളാക്കി മാറ്റാൻ ഇരു ടീമുകൾക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും സൂപ്പർ കപ്പ് മത്സരത്തിലെ ഈ ഒരു നിർണായക മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പരാജയപ്പെട്ടതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. കൂടുതൽ ISL-നെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.